ഹലോ ഗൈസ്, എന്നാണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ ഗൈസ്? എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിവിടെ ഹാപ്പി ആയിട്ടിരിക്കുവാണ്. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഓവർനൈറ്റ് ഓട്സ് ആണ്. ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അനറ്റ് മേരി. ഞാൻ അയർലൻഡിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുവാണ്. നമ്മുടെ ഒരു ചാനൽ കുക്കിംഗ് വ്ളോഗ്സ് ഇടാറുണ്ട്, ഡെയിലി വ്ളോഗ്സ് ഇടാറുണ്ട്, അതുപോലത്തെ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒട്ടും താമസിക്കേണ്ട നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കാൻ ഏറ്റവും ബെസ്റ്റ് ഗ്ലാസ് ബൗളാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഗ്ലാസ് ബൗൾ എടുക്കുന്നുണ്ട്. ഇത് ആക്ച്വലി ന്യൂട്ടെല്ല മേടിച്ച ബോട്ടിലാണ്. നമ്മൾ ഇതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ഓട്സ് ആണ് കേട്ടോ. അപ്പം നമുക്ക് 2 അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ ഓട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ഓട്സ് ഇടുന്നുണ്ട്. കുറച്ച് മതി കേട്ടോ. നമ്മുടെ ആ ഒരു ഗ്ലാസ് ബോട്ടിലിൻ്റെ താഴത്ത് വരുന്ന ഭാഗത്ത് മാത്രം മതി ഓട്സ്. ഓട്സ് ആക്ച്വലി ഭയങ്കര ഹെൽത്തിയാണ് കേട്ടോ. അതായത് ഹാർട്ട് ഹെൽത്തിന് നല്ലതാണ്. ഭയങ്കര ഫൈബർ റിച്ച് ആണ് ഓട്സ്. ഈ ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് ഒത്തിരി നല്ലതാണ്. ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യും, അതുപോലെ തന്നെ ഡൈജഷൻ ഹെൽപ്പ് ചെയ്യും. വയറ് പെട്ടെന്ന് തന്നെ ഫുൾ ആകും. അങ്ങനെ വെയിറ്റ് ഒക്കെ മാനേജ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഒരുപാട് ന്യൂട്രിയൻസ് ഉള്ളൊരു സംഭവമാണ് കേട്ടോ ഓട്സ്. മാംഗനീസ്, മഗ്നീഷ്യം, അയൺ, സിങ്ക്, വൈറ്റമിൻസ്, പ്ലാന്റ് പ്രോട്ടീൻസ്, ആൻറ്റി ഓക്സിഡൻസ്, അങ്ങനെ ഒത്തിരി സംഭവങ്ങളുണ്ട്. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പഴമാണ് കേട്ടോ. ഇവിടെ കിട്ടുന്നത് നമ്മുടെ ചിങ്ങമ്പഴമില്ലേ നാട്ടിലെ, അതുപോലത്തെ ഒരു ടേസ്റ്റാണ് ഈ പഴത്തിന് പകരം വേണമെങ്കിൽ നമുക്ക് മാമ്പഴം ചേർത്ത് കൊടുക്കാം. പഴം ഭയങ്കര ഹെൽത്തിയാണ്, റിച്ച് ഇൻ ന്യൂട്രിയൻസ് ആണ്. അതുപോലെ തന്നെ പൊട്ടാഷ്യം, വൈറ്റമിൻ സി, വൈറ്റമിൻ B6 ഉണ്ട്, ഫൈബർ ഉണ്ട്, അതുപോലെ തന്നെ മിനറൽസും വൈറ്റമിൻസ് ഒക്കെ ഉള്ളൊരു സംഭവമാണ് പഴം. പിന്നെ നമ്മുടെ ഗട്ട് ഹെൽത്തിന് നല്ലതാണ്, ഹാർട്ട് ഹെൽത്തിന് നല്ലതാണ്, ഡൈജഷൻ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതിൽ പൊട്ടാഷ്യം അതുപോലെ തന്നെ മഗ്നീഷ്യം ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ മസിൽ കൺട്രാക്ഷൻസിന് സപ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ ക്രാംസ് ഒക്കെ ഇല്ലേ, വേദനകളൊക്കെ ഇല്ലേ മസിലിൻ്റെ, അതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും കേട്ടോ. നെക്സ്റ്റ് ഞാൻ ചേർക്കുന്നത് വാൾനട്ട് ആണ് കേട്ടോ. വാൾനട്ട്സ് ഭയങ്കര സൂപ്പറാണ്. ഇത് നമ്മുടെ ഹാർട്ട് ഹെൽത്തിന് അടിപൊളിയാണ്. ഇതിൽ ഒരുപാട് ഒമേഗ 3 ഫാറ്റി ആസിഡ് ഉണ്ട്. അതുപോലെ തന്നെ ഇൻഫ്ലമേഷൻസ് കുറയ്ക്കും, പിന്നെ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കും, അതുപോലെ തന്നെ ബ്ലഡ് വെസൽസിനൊക്കെ സപ്പോർട്ട് ചെയ്യും ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ബ്രെയിൻ ഫംഗ്ഷൻ ഒത്തിരി നല്ലതാണ്, കാരണം അതിന് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, ഒരുപാട് ഹെൽത്തി ഫാറ്റ്സ് ഉണ്ട്, വൈറ്റമിൻ ഇ ഉണ്ട്. പിന്നെ ഇതിൽ പോളിഫിനോൾ എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് ഉണ്ട്, അത് നമ്മുടെ കോഗ്നിറ്റീവ് ഹെൽത്തിന് നല്ലതാണ്, അതുപോലെ തന്നെ മെമ്മറി സപ്പോർട്ട് ചെയ്യും. ബാക്കിയുള്ള നട്ട്സിനെ അപേക്ഷിച്ചിട്ട് വാൾനട്ട്സിന് ആൻറ്റി ഓക്സിഡൻറ്റ് ലെവൽ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സെൽസിനെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യും. പിന്നെ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യും, ബോൺ ഹെൽത്തിന് നല്ലതാണ്, വെയിറ്റ് മാനേജ്മെൻറ്റിന് നല്ലതാണ്. നെക്സ്റ്റ് ചേർക്കുന്നത് പംകിൻ സീഡ്സ് ആണ്. ഇത് റിച്ച് ഇൻ മഗ്നീഷ്യം ആയതുകൊണ്ട് തന്നെ മസിൽ ഫംഗ്ഷനും അതുപോലെ തന്നെ നെർവ് ഫംഗ്ഷനും ഹെൽപ്പ് ചെയ്യും, ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യും. ഹാർട്ട് ഹെൽത്തിന് നല്ലതാണ്, കാരണം ഹെൽത്തി ഫാറ്റ്സും ആൻറ്റി ഓക്സിഡൻസും മഗ്നീഷ്യം, സിങ്ക് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ കൊളസ്ട്രോൾ ലെവലൊക്കെ ഇമ്പ്രൂവ് ചെയ്യും. ഇതിൽ ട്രിപ്റ്റോഫാനും അതുപോലെ തന്നെ മഗ്നീഷ്യം ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്ലീപ്പിനെ ബെറ്റർ ആക്കുക, നന്നായിട്ട് ഉറങ്ങാൻ ഹെൽപ്പ് ചെയ്യും, റിലാക്സ് ചെയ്യിപ്പിക്കും. പിന്നെ വൂൺ ഹീലിങ്ങിനൊക്കെ ഒത്തിരി നല്ലതാണ്. പ്രോസ്റ്റേറ്റും അതുപോലെ തന്നെ ബ്ലാഡർ ഹെൽത്തിനൊക്കെ ഒത്തിരി നല്ലതാണ്. ബോൺ ഹെൽത്തിന് നല്ലതാണ്, കാരണം ഇതിൽ മിനറൽസ് ആയ മഗ്നീഷ്യം, ഫോസ്ഫറസ്, സിങ്ക് ഒക്കെ ഉണ്ട്. അപ്പോൾ നല്ല സ്ട്രോങ് ബോൺസ് കോൺട്രിബ്യൂട്ട് ചെയ്യും. പിന്നെ ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യും, കാരണം ഇതിൽ ഫൈബർ ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, ഹെൽത്തി ഫാറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവലൊക്കെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ചേർക്കുന്നത് ചിയ സീഡ്സ് ആണ്. ഇതിൽ ഒത്തിരി ഫൈബർ ഉണ്ട്, അതുപോലെ തന്നെ ഹാർട്ട് ഹെൽത്തിന് നല്ലതാണ്. പിന്നെ പെട്ടെന്ന് തന്നെ വയറ് നിറയ്ക്കും ഇത് കഴിച്ചു കഴിയുമ്പോൾ. ഒമേഗ 3 ഫാറ്റി ആസിഡ് ഉള്ളത് കൊണ്ട് തന്നെ ബോഡിയിലെ ഇൻഫ്ലമേഷൻസ് കുറയ്ക്കും, അതുപോലെ തന്നെ നല്ല കൊളസ്ട്രോൾ ലെവലിനെ സപ്പോർട്ട് ചെയ്യും. ഇതിൽ ഒത്തിരി കാൽഷ്യവും ഫോസ്ഫറസും മഗ്നീഷ്യം ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ പല്ലുകൾക്കും അതുപോലെ തന്നെ എല്ലിനും ഒത്തിരി നല്ലതാണ്. നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ സ്റ്റെബിലൈസ് ചെയ്യും. ഒത്തിരി ആൻറ്റി ഓക്സിഡൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിൽ നിന്ന് സെൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. പിന്നെ ഒത്തിരി ഹൈഡ്രേറ്റിംഗ് ആണിത്, കാരണം ഇത് ഒത്തിരി വെള്ളം വലിച്ചെടുക്കുന്ന ഒരു സംഭവമായതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡി ഭയങ്കരമായിട്ട് ഹൈഡ്രേറ്റഡ് ആവും. ഞാൻ 2 ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. നെക്സ്റ്റ് ചേർക്കുന്നത് ഫ്ലാക്സ് സീഡ്സിൻ്റെ പൊടിയാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഫ്ലാക്സ് സീഡായിട്ടും ചേർക്കാം, പൊടിയായിട്ടും ചേർക്കാം. ഞാൻ ഫ്ലാക്സ് സീഡ്സിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. ഇതും ഒത്തിരി ഫൈബർ റിച്ച് ആണ്, അതുപോലെ തന്നെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്, ഹാർട്ട് ഹെൽത്തിന് നല്ലതാണ്, നമ്മുടെ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കും, ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, ബ്ലഡ് കൊളസ്ട്രോൾ ലെവൽ കൺട്രോൾ ചെയ്യും. ഇത് ഗട്ട് ഹെൽത്തിന് നല്ലതാണ്. ഈ കോൺസ്റ്റിപ്പേഷനൊക്കെ ഉണ്ടാവത്തില്ലേ, അതൊക്കെ കൺട്രോൾ ചെയ്യും. നെക്സ്റ്റ് ചേർക്കുന്നത് ഹണിയാണ് കേട്ടോ. ഹണി ചേർക്കുമ്പോൾ ഒരുപാട് ചേർക്കരുത്, കുറച്ച് മാത്രമേ ചേർക്കാവുള്ളൂ. നമുക്ക് നാച്ചുറലി ഷുഗർ കിട്ടുന്ന ഒരു സോഴ്സാണ് ഹണി. അപ്പം ഹണി ചേർക്കാൻ നേരത്ത് ഒത്തിരി ചേർത്ത് കഴിഞ്ഞാൽ ഈ കഴിച്ചതിൻ്റെയൊക്കെ ബെനിഫിറ്റ് മൊത്തത്തിൽ പോകും. അപ്പോൾ വെയിറ്റ് ലോസ് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ടേസ്റ്റിന് മാത്രം ഹണി ചേർക്കുന്നതായിരിക്കും ബെറ്റർ. അടുത്ത് ചേർത്ത് കൊടുക്കുന്നത് യോഗേർട്ടാണ് കേട്ടോ. ഗ്രീക്ക് യോഗേർട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഈ യോഗേർട്ടിൽ കുറേ പ്രോബയോട്ടിക്സ്, ന്യൂട്രിയൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഇമ്മ്യൂൺ ഫംഗ്ഷന് നല്ലതാണ്, പിന്നെ ഗട്ട് ഹെൽത്തിന് നല്ലതാണ്, പിന്നെ ബോൺ ഹെൽത്തിന് നല്ലതാണ്, കാരണം കാൽഷ്യം, ഫോസ്ഫറസ്, വൈറ്റമിൻ ഡി ഒക്കെ ഈ ഒരു യോഗേർട്ടിലുണ്ട്. അപ്പോൾ ഞാനൊരു 2 അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ ചേർക്കാറുണ്ട് കേട്ടോ. പിന്നെ ടേസ്റ്റിന് ഒരു അല്പം സിന്നമൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്, നമ്മുടെ ഈ കറുവാപ്പട്ട പൊടിച്ചതില്ലേ ആ സംഭവം. ഇനി ആവശ്യത്തിന് പാലൊഴിച്ച് കൊടുക്കാം. ഞാനൊരു 3/4 പാലൊഴിക്കും, കാരണം ഇത്രയും സംഭവങ്ങളുള്ളത് കൊണ്ട് തന്നെ ഇതൊക്കെ നല്ലപോലെ മിക്സ് ആവണം, അതിൽ സോക്ക് ആവണം. അപ്പം നമ്മൾ രാത്രി മൊത്തം ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യത്തിന് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് കുറച്ചുകൂടെ പാൽ ചേർത്ത് കൊടുക്കാം. ഇതെപ്പോഴും സോക്ക് ചെയ്ത് നന്നായിട്ട് ഓവർനൈറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കേണ്ട സംഭവമാണ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യണം, എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. യോഗോട്ട് ചേർക്കാൻ നേരത്തെ അധികം പുളിയില്ലാത്ത യോഗോട്ട് ചേർക്കണം കേട്ടോ. നമ്മുടെ നാട്ടിൽ അത്രയും നല്ല യോഗോട്ട് കിട്ടുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് രാവിലെ എന്തായാലും ഇത് കഴിക്കാനെടുക്കാം. അപ്പോൾ ഇത് ഞാനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് എനിക്കിത് കഴിക്കാനായിട്ട്. കാരണം സെയിം സംഭവം തന്നെ ഡെയിലി കഴിക്കുന്നതെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എല്ലാത്തിൻ്റെയും കൂടെ കോമ്പിനേഷൻ ചേരാൻ നേരത്ത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാൾനട്ടാണ്. കാരണം വാൾനട്ട് നമുക്ക് കഴിക്കാൻ കിട്ടാൻ നേരത്ത് ഭയങ്കര ക്രഞ്ചിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. പിന്നെ നമുക്ക് ചിയ സീഡ്സ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അത് രാത്രി മൊത്തം ഈ പാലൊക്കെ സക്ക് ചെയ്തിട്ട് അതൊരു തിക്ക് കൺസിസ്റ്റൻസിയിലെത്തും. അതാണ് നമ്മളുടെ ഈ ഒരു ഓവർനൈറ്റ് ഓട്സ് ഇത്രയും തിക്കാവുന്നത് കേട്ടോ. ഇതിൻ്റെ കൺസിസ്റ്റൻസി ആണെങ്കിൽ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ആ പഴവും ഒക്കെ എല്ലാം കൂടെ മിക്സായിട്ട് നല്ലൊരു ഫ്ലേവർ ഉണ്ട് കേട്ടോ ഇതിന്. ചിലർ ഇതിൽ ബെറീസ് ചേർക്കാറുണ്ട്, സ്ട്രോബെറീസ്, ബ്ലൂബെറീസ് ഒക്കെ ചേർക്കാറുണ്ട്. പക്ഷേ ഞാൻ ബെറീസ് ചേർക്കാറില്ല, കാരണം അതിനൊരു പുളിപ്പുണ്ടാവുമേ. അപ്പോൾ എനിക്കത് പ്രിഫർ ചെയ്യുന്നില്ല ഞാൻ. അതുകൊണ്ടാണ് പഴം പ്രിഫർ ചെയ്യുന്നത്. പഴം നല്ലതാണ് കഴിക്കുമ്പോൾ, നമുക്ക് കഴിക്കാൻ കിട്ടുമ്പോഴൊക്കെ നല്ല ടേസ്റ്റാണ്. എൻ്റെ മുഖത്തിലെ എക്സ്പ്രഷൻ കണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്കാണെങ്കിൽ ഒരുപാട് ഇഷ്ടമാണിത്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, നിങ്ങൾ എന്തായാലും റിഗ്രറ്റ് ചെയ്യത്തില്ല. ഇതിൽ നട്ട്സും അതുപോലെ തന്നെ ചിയ സീഡ്സ് എല്ലാം കൂടെ ഒരു കോമ്പിനേഷൻ ആകുമ്പോഴാണ് ഇതിനെ ശരിക്കും ഇത്രയും റിച്ച് ആക്കുന്നത് കേട്ടോ. അപ്പം പറ്റുന്നുണ്ടെങ്കിൽ ഈ എല്ലാ സംഭവങ്ങളും ചേർത്തിട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കണേ. എല്ലാവർക്കും അത്രയും പോസിബിൾ ആണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഭയങ്കര ഹെൽത്തിയാണ് കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, നമ്മൾ സാധാരണ ഡെയിലി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന പോലെ തന്നെയാണ്. പക്ഷേ അതിനേക്കാളൊക്കെ ഒത്തിരി റിച്ചാണ്. ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള സംഭവമാണ് കേട്ടോ ഈ ഒരു ഓവർനൈറ്റ് ഓട്സ്. നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നോക്കുന്ന ആൾക്കാർ മസ്റ്റായിട്ടും ഈ ഒരു റുട്ടീൻ ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഗൈസ്, അത്രയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൈൽക്കാൻ ബെല്ലൈക്കൺ ടപ്പ് ചെയ്ത് അടിച്ചു പൊട്ടിക്കുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസ് റിലേറ്റീവ്സിനൊക്കെ ഇങ്ങനെ കുട്ടി ചാനൽ ഉണ്ടെന്ന കാര്യം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം. അപ്പോൾ കിട്ടില്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ടേക്ക് കെയർ, ആൻഡ് ദിസ് അന്നു സൈനിങ് ഓഫ്.